നാം യോഗ്യരാണെന്നുകൊണ്ടല്ല ദയ നമുക്ക് ലഭിക്കുന്നത്. പകരം ദൈവം നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തപ്പോഴും സൗജന്യമായി നൽകുന്നതാണ് ദയ. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ദയയ്ക്ക് ഏറ്റവും വലിയ സാക്ഷ്യമാണ്. ദൈവം നമ്മിൽ എന്തെങ്കിലും നല്ലത് കണ്ടിട്ടാകാമോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. രക്ഷിക്കാൻ വേണ്ടി, ജീവൻ രക്ഷിക്കാൻ സഹായിക്കാൻ നമ്മെ എപ്പോഴും. സങ്കീർത്തനം 52 വചനം 8. ഈ സങ്കീർത്തനത്തില് ദാവീദ് കള്ളത്തിലും ദുഷ്പ്രവർത്തികളിലും വിശ്വസിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവരിൽപ്പെട്ടവരുടെ ജീവിതം നിലനിൽക്കില്ലെന്നും ദൈവം നിശ്ചയിച്ച സമയത്ത് അവരെ നശിപ്പിക്കുമെന്നും ദാവീദ് ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു. ഈ ലോകത്ത് കള്ളത്തിലും ദുഷ്പ്രവൃത്തികളിലും മാത്രം ആശ്രയിച്ചാൽ ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ദൈവഭയമില്ല, നീതി അവർ ദ്വേഷിക്കുമോ. താൽക്കാലികമായ സമൃദ്ധിയിൽ അവിശ്വാസം വെച്ച് അതാണ് അവരുടെ ശക്തി എന്ന് അവർ കരുതുന്നു. അതേസമയം ദാവീദ് സാക്ഷ്യപ്പെടുത്തുന്നത് താൻ മനുഷ്യരിലോ സാഹചര്യങ്ങളിലോ വിശ്വാസം വയ്ക്കുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയിൽ മാത്രമാണ് താൻ വിശ്വസിക്കുന്നത്. ആ കൃപയിൽ വിശ്വസിച്ചാണ് താൻ എപ്പോഴും ജീവിക്കുന്നത് എന്നതാണ്. ദാവീദ് തന്റെ ജീവിതമൊട്ടും ദൈവത്തിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചാണ് ജീവിച്ചത്. അതിനാലാണ് അദ്ദേഹം ധൈര്യത്തോടെ പറയുന്നത്, നിങ്ങളുടെ കൃപ എന്റെ കണ്ണിനു മുമ്പിലാണ്. ദൈവം തന്റെ കൃപ ഒരിക്കലും ദാവീദിൽ നിന്ന് പിൻവലിച്ചിട്ടില്ലെന്നതായിരുന്നു ദാവീദിന്റെ ഉറച്ച അനുഭവം. അതിനാൽ അദ്ദേഹം പറയുന്നു, തീർച്ചയായും നന്മയും കരുണയും എന്നെ പിന്തുടരും എന്റെ ജീവിതധാരമൂല. കൃപ എന്നത് നാം യോഗ്യരാണെന്നുകൊണ്ടല്ല നമുക്ക് ലഭിക്കുന്നത്, മറിച്ച് നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്തപ്പോഴും ദൈവം സൗജന്യമായി നമുക്ക് നൽകുന്നതാണ് കൃപ. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നത് തന്നെ ദൈവത്തിന്റെ കൃപയുടെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. ദൈവം നമ്മിൽ എന്ത് നല്ലതാണ് കണ്ട് നമ്മെ രക്ഷിച്ചെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടെന്നാ? നമ്മിൽ പ്രശംസിക്കാൻ യോജിച്ച യാതൊരു നന്മയുമില്ല, യാതൊരു പ്രശംസയ്ക്കും അർഹതയുമില്ല. എങ്കിലും ദൈവം തന്റെ അതിരില്ലാത്ത കൃപയാൽ നമ്മെ രക്ഷിച്ചു. അതിനാലാണ് ദാവീദ് പറയുന്നത്, ദൈവത്തിന്റെ കൃപയിൽ ഞാൻ എന്നേക്കും വിശ്വസിക്കുന്നു. നാം ദൈവത്തിന്റെ കൃപയെ ഉപേക്ഷിക്കുകയോ മറക്കുകയോ ചെയ്താൽ അതിന്റെ ആദ്യത്തെ ഫലമായി നമ്മുടെ ഉള്ളിൽ അഭിമാനം വളരാൻ തുടങ്ങും. ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവം അഭിമാനികളെ എതിർക്കുന്നു. ദൈവത്തിന്റെ കൃപയെ മറക്കുന്ന ഒരാൾ ക്രമേണ മറ്റുള്ളവരെ വിധിക്കുന്നവനായി മാറുന്നു. തനിക്കുള്ള തെറ്റുകൾ പരിശോധിക്കുന്നതിന് പകരം എല്ലാ പിഴവുകൾക്കും അവൻ മറ്റുള്ളവരെ ഉത്തരവാദികളാക്കുന്നു. അത്തരമൊരാൾക്ക് തന്റെ കുറവുകൾ ഒരിക്കലും മനസ്സിലാവില്ല. താൻ മാറ്റം വരുത്തേണ്ടതായിരിക്കുന്ന മേഖലകളിലും അവൻ തന്നെ നീതിമാനാണെന്ന് കരുതും. അവസാനത്തിൽ ദൈവത്തേക്കാൾ തന്റെ പ്രവർത്തികളെ ഉയർത്തിക്കാണുന്ന സ്വയം മഹത്വവൽക്കരണത്തിന്റെ അവസ്ഥയിലേക്കാണ് അവൻ വീഴുന്നത്. കൃപയെ മറന്നുപോയ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം ഇതാണ്. ഇന്ന് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചിട്ടാണ്. കർത്താവിനെ ഭയപ്പെടുന്നവരിലും അവന്റെ കൃപയിൽ പ്രത്യാശയിടുന്നവരിലും കർത്താവിന് സന്തോഷമുണ്ട്. സങ്കീർത്തനം 147 11 വാക്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.